ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു 3 ദിവസത്തെ ബാംഗ്ലൂർ യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. വലിയ ട്രിപ്പൊന്നുമല്ല, ജസ്റ്റ് ബാംഗ്ലൂർ പോവുക, ചെറുതായി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, വരിക. ഞാൻ, ഏട്ടൻ, എടുത്തി, പിന്നെ സച്ചു, ചുട്ടു, ഞങ്ങൾ 5 പേര് ഇപ്പോൾ ഉണ്ട്. ഒരു 2-3 പേരും കൂടെ ബാംഗ്ലൂർ എത്തിയിട്ട് വരിക. നമ്മളിപ്പോൾ തൃശ്ശൂർ മണ്ണുത്തിയിലാണ് നിൽക്കുന്നത്. മണ്ണുത്തിയിൽ നിന്ന് ഫ്ലിക്സ് ബസ് ഇല്ലേ, ഫ്ലിക്സ് ബസ് പറഞ്ഞാൽ നമ്മൾ ഋഷികേശിൽ നിന്ന് ഡൽഹി വരെ പോയില്ലേ, ആ ഒരു പച്ച കളറുള്ള ബസ്, ആ ബസ്സിലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 10:50 ആയിട്ടുള്ളൂ. 1 മണിക്കൂർ മുന്നേ നമ്മളെത്തി. കാരണം 11:40 ഇവിടെ ബസ് വരിക. ബാംഗ്ലൂർക്ക് പോകുന്ന ഒരുപാട് ബസ്സുകളുടെ പിക്കപ്പ് പോയിന്റ് ഇവിടെയാണ്. നമ്മുടെ മണ്ണുത്തി മയൂര ഇൻ എന്ന് പറഞ്ഞൊരു ബാറുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരു 6 കിലോമീറ്റർ. അവിടെ നിന്നൊരു ഊബർ എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് എത്തി. ഇനി 11:40 വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. എത്തി ഗൈസ്, എത്തി. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്ലിക്സ് ബസ് എത്തി. വലിയ ലഗേജൊക്കെ സൈഡിൽ വെക്കാം. എൻ്റെ ഹാൻഡ് ബാഗാണ്, അപ്പോൾ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാം, ചെറുതുള്ളിൽ കൊണ്ടുപോകാം. ഡ്രൈവർ ബ്രോ തന്നെയാണ് നമ്മുടെ ടിക്കറ്റ് നോക്കുന്നത് കേട്ടോ. അടിപൊളിയാണല്ലോ. താഴെയും മേലെ ഇത് ഫുൾ സ്ലീപ്പറാണ് കേട്ടോ. സീറ്റിംഗ് ഇല്ല, ഫുൾ സ്ലീപ്പർ. ലെഫ്റ്റിൽ 2 പേർക്ക് എടുക്കാം, റൈറ്റിൽ ഒരാൾക്ക് എടുക്കാം. എങ്ങനെയുണ്ട് ഗൈസ്, എങ്ങനെയുണ്ട് ഫ്ലിക്സ് ബസ്? ഇവിടെ 2 ബെർത്ത് അല്ലേ? ഇവിടെ 2 ബെർത്ത്. ഓക്കെ. അപ്പോൾ കിച്ചോട്ടനും പൊന്നും ഇവിടെ, സച്ചു ഇവിടെ, ഞാനും തൊട്ടും ഇവിടെ. അപ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ ഇനി സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ. അപ്പോൾ ഗുഡ് നൈറ്റ്. ബാഗ് വെക്കാനുള്ളതാണ്, തൽക്കാലം ഷൂ വെക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ട്രെയിനിലൊക്കെ പോലെ തന്നെ മേലേക്ക് കയറാൻ ചെറിയ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാങ്കറ്റ്, വൈറ്റ് അല്ല, ഒരു ഗ്രേ കളർ ബെഡ്ഷീറ്റ്. എന്താടാ പ്ലഗ് ഇല്ലേ? പ്ലഗ് USB പോർട്ടാണ്, നമ്മുടെയൊക്കെ C ടൈപ്പാണ്. അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്ലഗ് ആണെങ്കിലേ ഇങ്ങനത്തെ അഡാപ്റ്റർ ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 2 എണ്ണേ ഉള്ളൂ. പിന്നെ ഇവിടെയാണെങ്കിൽ USB, പിന്നെ C ടൈപ്പ് ആണെങ്കിൽ കാര്യമില്ല. അപ്പം ഇങ്ങനത്തെ ആണെങ്കിൽ മാത്രമേ ഇതിൽ കുത്താൻ പറ്റുള്ളൂ കേട്ടോ. 6 അടി പൊക്കമുള്ള ഒരാളാണ് ഈ കിടക്കുന്നത്. അയാൾക്ക് നല്ല സുഖകരമായിട്ട് കിടക്കാം കേട്ടോ. അപ്പം 6 അടി. നീ എത്രയാ? 6 അടി ഇല്ലേ? 6 അടിയാണ് ഓരോ ബെർത്തിൻ്റെയും ഹൈറ്റ്, നീളം. അപ്പോൾ ഗൈസ് 12 മണിയായി. രാത്രിയിൽ പ്രത്യേകിച്ച് കാണാനും കാണിക്കാനൊന്നുമില്ല. നമ്മൾ രാവിലെ 7:45 ബാംഗ്ലൂർ എത്തുക. 6 സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. പാലക്കാട്, കോയമ്പത്തൂർ, സേലം, തിരുവനന്തപുരം, അങ്ങനെ ബാംഗ്ലൂർ എത്തുമ്പോഴേക്ക് 6 സ്റ്റോപ്പാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു. കുറ്റം പറയാന്ന് പറയരുതല്ലോ, ഭയങ്കര ഷോക്കായിരുന്നു യാത്ര. സച്ചു, നീ ഉറങ്ങിയായിരിക്കും പോലെ. പൊന്നു മാത്രം നന്നായിട്ട് ഉറങ്ങി അല്ലേ? തൊട്ടും ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. അങ്ങട്ടാട്ടി ഇങ്ങോട്ടാട്ടിയിട്ടുള്ള ഒരു ഡ്രൈവിങ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി എത്തി. ഇവിടെ നമുക്ക് വിനോദ് ചേട്ടൻ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റി എത്തി കേട്ടോ. ലഗേജ് ഒക്കെ എടുക്കണ്ടേ? ഓട്ടോ വേണ്ട. രംഗണ്ണൻ എത്തി, രംഗണ്ണൻ. ഇത് വിനോദ് ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുക കേട്ടോ. KL, ഇത് നമ്മുടെ നാട്ടിലത്തെ വണ്ടി കേട്ടോ. KL 54. രംഗണ്ണൻ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദ വ്ളോഗ്. കറക്റ്റ് രംഗണ്ണൻ തന്നെ. എല്ലാവരും കൂടെ 6 ആൾക്കാർ ഈ ബലോനയിൽ കൊള്ളിക്കും നമ്മൾ. മൂപ്പരിവിടെ സെറ്റിൽഡാണ്, വിനോദ് ചേട്ടൻ്റെ വൈഫും. അപ്പോൾ നമ്മൾ നേരെ ഒന്നല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും, അല്ലെങ്കിൽ മൂപ്പരുടെ അപ്പാർട്ട്മെൻറ്റിൽ പോകും. നോക്കട്ടെ എന്താ പരിപാടിയെന്ന്. അപ്പം നമ്മളെ അപ്പാർട്ട്മെൻറ്റ് പോകുന്നതിന് മുന്നേ ചായ കുടിക്കാനായിട്ട് നേരെ രാമേശ്വരം കഫേക്ക് വന്നു. രാമേശ്വരം കഫേ ഇത് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. ആ സ്ഫോടനത്തിന് ശേഷമാണ് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. അതിനുശേഷം ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ മുതലാളി വന്നിട്ട് ഗംഭീര പാർട്ടിയൊക്കെ വെച്ച് വീണ്ടും റീ ഓപ്പൺ ഒക്കെ ചെയ്ത്. ഇവിടെ സീറ്റിംഗ് കുറവാണ്, അതായത് ഇരുന്ന് കഴിക്കാൻ സെറ്റപ്പ്. ഇങ്ങനെ നിന്നും കഴിക്കാം, പിന്നെ സൈഡിലായിട്ട് ഇത്തരത്തിൽ സീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന പോലെ ചമ്മറൊക്കെ പടിഞ്ഞിരുന്ന് കഴിക്കണമെങ്കിൽ അവിടെ സ്പേസ് ഉണ്ട്. കിച്ചൺ ഏരിയ കണ്ടോ, അത്രയും വലിയ കിച്ചൺ ഏരിയ ആണ്. ഇവിടുത്തെ എല്ലാ ഡിഷും വെറൈറ്റിയാണ്, വലിയ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയാണ്. ഇത്രയും ആൾക്കാർ വരുന്നതാണെങ്കിലും ഇത്രയും വലിയ കിച്ചണാണെങ്കിലും ഇവരുടെ ക്ലീൻലിനെസ് ആണ് ഇവരുടെ മെയിൻ കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ കോഫിയുടെ അടുത്ത് നിൽക്കുമ്പോൾ കോഫി ബീൻസിൻ്റെ സ്മെല്ല് ഇങ്ങനെ അടിക്കുക. ഇത് ഏറ്റവും പുറത്തെ കൗണ്ടറാണ്. ഇത് സ്മെല്ലടിക്കുമ്പോൾ തന്നെ എന്താവും, നമ്മളിത് ഓർഡർ ചെയ്യും. എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൂരി സാഗു കിട്ടി നമുക്ക്. ഇതാണ് പൂരി. അളിയ എത്തിയാ? നമസ്കാരം.
ഇത് പൊന്നുവിൻ്റെ അനിയൻ ആള്. സോറി, ഇത് പൊന്നുവിൻ്റെ അനിയൻ. ഇത് ഗീ പൊടി ഇഡ്ഡലി, ഇത് പിന്നെ പൂരി മസാല. ഇതെന്താ ഗീ പൊടി മസാല അല്ലേ? എങ്ങനെയുണ്ട് പൊന്നു? കിടലല്ലേ? അതിന് ചോദിക്കേണ്ട ആവശ്യമില്ല, കിടല സംഭവമാണ്. ഇത് ടേസ്റ്റ് നോക്കട്ടെ. ഒരു രക്ഷ ഇല്ലാത്ത ഇഡ്ഡലി കേട്ടോ. സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. പിന്നെ ഗീ ആണെങ്കിൽ എന്താ പറയുക, കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഐറ്റമാണ്. അതാണ് രാമേശ്വരം കഫേയുടെ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ രാമേശ്വരം കഫേ എവിടെ ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് കയറാം. ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല. മസാല ദോശ 130, ഇഡ്ഡലി 85. വലിയ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നോർമൽ റേറ്റിനൊക്കെ കുറച്ചുകൂടെ കൂടുതലാണ്. മൊത്തം 1110. ഇത് ആക്ച്വലി ഒരു ഹസ്ബൻഡും വൈഫും കൂടെ അവരുടെ ജോബ് റിസൈൻ ചെയ്തിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. ആ ഒരു സംരംഭമാണ് ഇത്രയും വിജയിച്ച് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി വാലറ്റ് പാർക്കിങ്ങിനായിട്ട് ഒരാൾ കൊണ്ടുപോയി. ഇനി അത് തിരിച്ചു അത്രയും സെറ്റപ്പായി, അത്രയും വലുതായി രാമേശ്വരം കഫേ. ഇനി നേരെ റൂമിൽ പോവുക, ഫ്രഷ് ആവുക. പല്ലും കൂടെ തേക്കിയത് രാവിലെ ഇങ്ങോട്ട് വന്നത്. ഇനി നേരെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ബാക്കി പരിപാടികൾ നോക്കണം. അപ്പോൾ വിനോദ് ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റ് കുറച്ച് അപ്പുറത്താണ്. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഇങ്ങോട്ടാണ് ചേട്ടാ. ഈ വഴിക്കൊക്കെ പറയുന്നു ഒരു റെയിൽവേ ക്രോസൊക്കെ ഉണ്ട്. റെയിൽവേ ക്രോസൊക്കെ ചെയ്തിട്ട് വേണം റൂമിൽ പോകാൻ. ഇവിടെ നിന്നൊരു 200 മീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞത്. നമ്മളവിടെ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു 2 റൂം എടുത്തിട്ടുണ്ട്. ആക്ച്വലി ബാംഗ്ലൂർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബാംഗ്ലൂർ എക്സ്പ്ലോറേഷൻ വ്ളോഗായിട്ടൊന്നും കാണണ്ട. നമ്മൾ ഒരു 3 ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് അല്ലെങ്കിൽ മുന്നേ പോയ ട്രിപ്പുകൾ പോലെ ഓടി നടന്ന് സ്ഥലങ്ങൾ കാണുക അങ്ങനെയുള്ള സംഭവങ്ങളില്ല. 3-4 സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ആരാ അവനവിടെ നിന്ന് കോളിംഗ് ബെല്ലടിക്കുക. 3-4 സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അത് നട്ടുച്ചയ്ക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സമയം ഒരു 11-11 ആയി. അപ്പോൾ ഇനി നെക്സ്റ്റ് വിനോദ് ചേട്ടൻ്റെ അവിടെ പോയിട്ട് എല്ലാവർക്കും കൂടെ കുക്ക് ചെയ്യാം. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ്ങോട് കൂടിയിട്ട് ഇറങ്ങാം എന്നാണ് പ്ലാൻ. ഒരാളും കൂടെ വരുന്നുണ്ട് ഗൈസ്. എവിടെ? കൊട്ടി കറക്റ്റ് ടൈം ഇപ്പോൾ വിളിച്ചായിരുന്നു. ആരാ മൈക്രോസോഫ്റ്റിൽ കയറി ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടുട്ടു ഇറക്കിയിട്ടില്ല, ടുട്ടു വിളിക്കുക. സോ എല്ലാവരും റെഡിയായി. ഇനി നമുക്ക് നേരെ എങ്ങോട്ട്? വിനോദ് ചേട്ടൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക്. തലൈവറെ വടക്കം. നെക്സ്റ്റ് മെമ്പർ ജോയിൻ. അടിപൊളി. കണ്ണേട്ടനെ പരിചയപ്പെടുന്ന വെച്ചില്ല. കണ്ണേട്ടൻ നമ്മുടെ അടുത്ത മെമ്പർ, നമ്മുടെ നാട്ടുകാരൻ. നീ എന്താ അടുത്ത പരിപാടി? എന്താ ചിക്കൻ മേടിക്കാൻ പോക്കല്ലേ? ഒരു ബൈക്കാ? ഓക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വിനോദ് ചേട്ടൻ്റെ അപ്പാർട്ട്മെന്റ് ഏരിയ. ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഫുള്ള് അപ്പാർട്ട്മെന്റ്സും റെസിഡൻസും ഒക്കെ ആയിട്ട്. എവിടെ നമ്മുടെ സ്നൂപം? ഹലോ, വെൽക്കം ടു ദ വ്ളോഗ്. നമ്മുടെ വിനോദ് ചേട്ടൻ്റെ വൈഫാണേ. എന്താണ് പരിപാടി? എന്ന് നടക്കട്ടെ അങ്ങോട്ട്. നമസ്കാരം. ബിരിയാണി അല്ലേ പൊന്നു? ബിരിയാണി, ചെമ്മീന് ഇതൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. മെയിൻ ഷെഫ് ഇവിടെ ഉണ്ട്, ജർമ്മൻ അല്ലേ? ചെക്കൻ ജർമ്മനി പോകും. അതാണ് പെട്ടെന്ന് പ്ലാൻ ആക്കിയിട്ട് ബാംഗ്ലൂർക്ക് വന്നത്. ഇനി ഒരു വിത്തിൻ എ വീക്ക് ചെക്കൻ ജർമ്മനി പോകും. സോ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിനോദ് ചേട്ടാ, എവിടെ നമ്മൾ എത്തിയത്? മഗ്നോളി ബേക്കറി. അവിടെ എന്താ സ്പെഷ്യാലിറ്റി? അവിടെ കേക്കാണ്. കേക്ക്, അതും ആലിയ ഭട്ട് കഴിച്ചിട്ട് ഫേമസ് ആക്കിയ കേക്ക് അല്ലേ? ആലിയ ഭട്ട് നമ്മുടെ ബോളിവുഡ് നടി ഉണ്ടല്ലോ, ബോളിവുഡ് നടി ആലിയ ഭട്ട് കഴിച്ചിട്ട് ഫേമസ് ആക്കിയൊരു കേക്ക് ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ ഇതാണ് കേട്ടോ നമ്മളെ കേക്ക് കിട്ടുന്ന ഷോപ്പ്, മഗ്നോളിയ ബേക്കറി. ഇതാണ് നമ്മുടെ കേക്ക്, ക്ലാസിക് ട്രസ്ലെച്ചസ്. ഇതാണ് ആലിയ ഭട്ട് കഴിച്ച് ഫേമസ് ആക്കിയ ആ ഒരു കേക്ക്. 2 എണ്ണത്തിന് 750 രൂപയായി.
ആലിയപ്പെട്ട് കഴിച്ചോണ്ടേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. എന്നാ ഒരാൾ ടേസ്റ്റ് ചെയ്യും എന്നിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. അടിയാണല്ലോ ഇവിടെ അടി. ആ ടേസ്റ്റ് പറയണം, കമ്പയർ ചെയ്യും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ആയിട്ട്. ഇല്ല, കമ്പയർ ചെയ്യാൻ പറ്റാത്ത അധികം അത്ര ടേസ്റ്റ് ആണോ? ഷെഫ് പറ. ആ മിൽക്കി ടേസ്റ്റ് ഉണ്ട്. വേണ്ട, മൊത്തം കഴിക്കും. സ്ട്രോബെറി മൊത്തം കഴിച്ചാൽ സ്ട്രോബെറിക്ക് സ്ട്രോബെറി ടേസ്റ്റ് ആവുമല്ലോ. ഞാൻ കഴിക്കാം. കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ടേസ്റ്റ് ഉള്ള വേറൊന്നും കഴിച്ചിട്ടില്ല. വലിയ സംഭവമൊന്നുമല്ല, ഒരു കേക്ക് അല്ലേ? അത്രേ ഉള്ളൂ കേക്ക്. പക്ഷെ ആലയപ്പാട്ട് വന്ന് കഴിച്ചപ്പോൾ എന്തായി, ഭയങ്കര റേറ്റ് ആയി. 2 കേക്കിന് 740 രൂപയായി. അപ്പോൾ കർമ്മലാറത്തിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എക്കോ വേൾഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ ബേക്കറി ഉള്ളത്. അവിടെയാണ് നമ്മുടെ ആലയപ്പാട്ട് കഴിച്ച് ഫേമസ് ആക്കിയ ആ കേക്ക് ഉള്ളത്. 1 ടൈം കഴിക്കാം, വലിയ വാവ് ഫാക്ടർ ഒന്നും പറയുന്നില്ല, എന്നാലും കഴിക്കാം, അത്രേ ഉള്ളൂ. ഇനി എന്താ പരിപാടി? ടോക്ക എന്നുള്ള പബ്ബാണോ? അടുത്ത് തന്നെയാ? കോർമംഗല. ഈ പബ്ബിൽ എൻട്രൻസ് ഫീ ഉണ്ടോ? ഓക്കെ, നമ്മൾ പോണ പബ്ബിൽ എൻട്രൻസ് ഫീ ഉണ്ടോ? ആ, കപ്പിൾസിന് ഫ്രീ ആണ്. ഓക്കെ. ആ, ഇനി നമ്മൾ നെക്സ്റ്റ് നേരെ ഒരു പബ്ബിലേക്ക് വിടും. പബ്ബൊന്ന് എക്സ്പ്ലോർ ചെയ്യാണല്ലോ ബാംഗ്ലൂർ വന്നാലേ. നമ്മൾ പബ്ബിൻ്റെ ഏരിയയിൽ എത്തിയിരിക്കുന്നു. ഫുൾ തിരക്ക്, എവിടെ നോക്കിയാലും ആൾക്കാരാണ്. ഇവിടെ എവിടെയാണ് പബ്ബ്. നമ്മുടെ കൂട്ടത്തിലുള്ള ടീംസ് പുറകിൽ അടുത്ത വണ്ടിയിൽ വരുന്നുണ്ട്. നമ്മൾ 2 ഊബർ എടുത്തിട്ടാണ് വന്നത്. നമ്മുടെ ഊബർ പുറകിൽ അടുത്ത ഊബർ വരുന്നുണ്ട്. അവർ വന്നതിന് ശേഷം വേണം നമുക്ക് പബ്ബിൽ കയറാൻ. ഇവിടെ ചില പബ്സിന് എൻട്രി ഫ്രീ ആയിരിക്കും, ചിലതിന് എൻട്രൻസ് ഫീ ഉണ്ടായിരിക്കും, ചിലതിന് കപ്പിൾസിന് ഓഫർ ഉണ്ടായിരിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും എങ്ങനത്തെയാണ് പബ്ബ് എന്നുള്ളത്. ഭയങ്കര റഷാണ്, ഫുള്ള് തിരക്ക്. ലെഫ്റ്റിലും റൈറ്റിലും വണ്ടികളും ആൾക്കാർ നടക്കുകയാണെങ്കിലും ഒക്കെ ഭയങ്കര റഷ് ഏരിയയാണ്. ഇവിടെ ഫ്രീ എൻട്രി ആണ്, അത് 9 മണി വരെ. ഇപ്പം സമയം 9 മണിയായി. നമ്മുടെ ടീംസ് ഇപ്പോഴും എത്തിയിട്ടില്ലെന്നേ. നമ്മൾ 4 പേരിവിടെ വെയിറ്റ് ചെയ്യാം. 9 മണി കഴിഞ്ഞാലും കയറാൻ പറ്റുമെന്നാണ് പറയണേ. അവരെത്തിയിട്ട് വേണം ഒന്ന് കയറാൻ. സോ സ്റ്റിൽ വെയിറ്റിംഗ്. രക്ഷയില്ലാത്തൊരു 3 മണിക്കൂർ നേരത്തെ ഡാൻസ് പബ്ബ് ശരിക്കും എൻജോയ് ചെയ്തു. ഇനി നമുക്ക് നാളെ രാവിലെ 4 മണിക്ക് എങ്ങോട്ട് പോകണം? ബിരിയാണി കഴിക്കാൻ പോകണം. പുലർച്ചെ 4 മണിക്ക്. പുലർച്ചെ 4 മണിക്ക് ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അത് കഴിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്ലാൻ. സോ സമയം 5:20. നിങ്ങളെ നമ്മൾ ഈ പുലർച്ചെ പോണേ ബിരിയാണി കഴിക്കുക, മട്ടൻ ബിരിയാണി. പുലർച്ചെ 4 മണി മുതൽ 7 മണി വരെ നല്ല അടിപൊളി മട്ടൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെന്ന് വെച്ചാൽ 4 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉറങ്ങാം. ഞാൻ ടൊട്ടു, സച്ചു, ശംട്ടൻ. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ഫുൾ എക്സ്പ്ലോർ ചെയ്യണല്ലോ ഏത്. അപ്പോൾ ഇവിടുന്ന് അളിയൻ്റെ കാറുണ്ട്. അളിയൻ്റെ കാർ എടുത്ത് നമുക്ക് നേരെ ഹോസ്കോട്ട് മണി ദം ബിരിയാണി. ഹോസ്കോട്ട് മണി ദം ബിരിയാണി. അവിടെ നിന്നാണ് നമ്മൾ പുലർച്ചെ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്തില്ലേ കാർമലാറം, അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 26 കിലോമീറ്റർ ഉണ്ട്. സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഹോസ്കോട്ടെ മണി ദം ബിരിയാണി. ഹോസ്കോട്ടെ മണി ദം ബിരിയാണി എന്നാണ് നമ്മൾ പുലർച്ചെ ബിരിയാണി കഴിക്കാൻ പോണേ. ഈ വൈബ് തന്നെ അല്ലേ. തിരക്ക് നോക്കിയാൽ നിങ്ങൾ, ലെഫ്റ്റിൽ ഫുൾ വണ്ടികൾ, റൈറ്റിൽ ഫുൾ വണ്ടികൾ. ഇതെല്ലാം ബിരിയാണി കഴിക്കാൻ വന്ന ആൾക്കാരുടെ വണ്ടികളാണ്.
അത്ര അധികം ആൾക്കാരാണ് പുലർച്ചെ ബിരിയാണി കഴിക്കാൻ വരുന്നത്. എന്നല്ലേ ചോദിക്കേ, ഇതെന്താടാ ഇത്? ടോക്കൺ ലൈനാ. പുലർച്ചെ 6 മണിക്കുള്ള സമയം, 6 മണിക്കുള്ള ഒരാൾ പോയാൽ മതി. 6 മണിക്കുള്ള തിരക്കാണ് ബിരിയാണി കഴിക്കാൻ. എടാ ഇവിടെ ഒന്നും ബിരിയാണി കൊടുക്കണ്ടല്ലോ. മട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മട്ടൻ ബിരിയാണിക്ക് 280 രൂപ. പിന്നെ ചിക്കൻ 65 ഫ്രൈ ഉണ്ട്, അത് വേണമെങ്കിൽ 120 രൂപ. അവിടെ വലിയ എന്താ പറയുക, വലിയ ചെമ്പിൽ, ബിരിയാണി ചെമ്പിൽ അങ്ങനെ ആവി പറക്കണ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട അല്ലേ? വേണോ ചൗണ്ട കബാബ് വേണോ? നിർബന്ധമുണ്ടോ? ആ നമുക്ക് 2 ലൈവും, അതായത് നമുക്ക് 2 ഇവിടെ നിന്ന് കഴിക്കാനും 2 അവർക്ക് പാർസലും മേടിക്കാം. പാർസൽ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൂടെ വന്ന് ടോക്കൺ എടുത്ത് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് ഇതിലൂടെ ഇറങ്ങിയിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇവിടെ ബിരിയാണി മാത്രമാണ് കേട്ടോ. നമ്മൾ കബാബ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് തൊട്ടപ്പുറത്തെ സൈഡിലാണ്. ഉറങ്ങിയിട്ടില്ല എന്നല്ലേ? ഇന്നലെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് എണീക്കൂല എന്നുള്ളത് കൊണ്ട് ഉറങ്ങിയില്ല. ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഉറങ്ങാതെ വിചാരിച്ചു. ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ, ബിരിയാണി കബാബ്. ഈ 2 സാധനം കഴിക്കാനാണ് കണ്ട ആൾക്കാർ രാവിലെ എഴുന്നേറ്റിട്ട് വന്നിരിക്കണേ. 2 പ്ലേറ്റ് മട്ടൻ ബിരിയാണി, 2 റൈത്തയും. നല്ല ചൂടുണ്ടോ? ആവി പറക്കുന്ന ബിരിയാണിയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കേട്ടോ. ബിരിയാണി നമ്മൾ അവിടെ നിന്ന് മേടിച്ചു. തൊട്ടടുത്ത് ഇവിടെ ഇത്തരത്തിലുള്ളൊരു സെറ്റപ്പിലാണ് ഡൈനിങ് ഏരിയ. കഴിച്ച് പറ എങ്ങനെയുണ്ട് എന്നുള്ളത്. സ്പൈസിയാ? മട്ടൻ്റെ ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ ബിരിയാണിയുടെ പോലെ ഉണ്ടാണാവും. ഇതിൻ്റെ ഡിണ്ടിഗൽ ബിരിയാണി പോലെ ഒന്നുമല്ല, വേറെ തന്നെ നല്ല അടിപൊളി ഫ്ലേവർ. മട്ടൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല സോഫ്റ്റ് മട്ടൻ. ആക്ച്വലി 4 പേർക്ക് 2 പറഞ്ഞാൽ മതി കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, പീസും ഉണ്ട്. പിന്നെ എങ്ങനെ 2 ധാരാളമാണ്. പിന്നെ കബാബും കൊള്ളാം, സംഭവം എന്തായാലും അടിപൊളിയാണ്. ഷട്ടർ തുറന്നിട്ടുള്ള സൗണ്ടാണ്. അപ്പം മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ ഗൈസ്. ബിരിയാണി കഴിക്കാൻ വന്നപ്പോൾ ഇരുട്ടായിരുന്നു, കഴിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചായി. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല ഒരു സ്പൈസി, ഭയങ്കര മുളക് പൊടിയോ പെപ്പറോ എന്തോ വാരി കോരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറക്കം വന്നിട്ട് വയ്യ. ഇനി നേരെ റൂമിൽ പോവുക, ഉറങ്ങുക. സോ ബാക്കി ഉറങ്ങി എണീറ്റിട്ട് കാണാം. അപ്പോൾ വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. നമ്മൾ രാവിലെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങി ഉച്ചവരെ അല്ല, 10:30 മണിക്ക് വന്നിട്ട് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിനോദ് ചേട്ടൻ അവിടെ വന്നിട്ട് കുറച്ച് നേരം വീണ്ടും ഉറങ്ങി. ഇനി നാളെ രാവിലെ നമുക്ക് നന്ദി ഹിൽസ് ട്രക്കിങ്ങിന് പോകണം. അപ്പോൾ ഇന്ന് രാത്രി സ്റ്റേ എടുത്തിരിക്കുന്നത് അതിൻ്റെ താഴത്താണ്, നന്ദി ഹിൽസിൻ്റെ താഴത്താണ്. സോ അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ നിന്ന് ഒരു 1-1.5 മണിക്കൂർ ജേണി ഉണ്ട്. പോണ വഴിക്ക് ലഞ്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. എത്തി ഗൈസ്, നമ്മൾ ഇന്നത്തെ തട്ടകത്തിലെത്തി. ഈ ഒരു ട്രീ ഹൗസാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു കുറേ ഏക്കർ കണക്കിനുള്ളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിൽ കുറേ ഇത്തരത്തിൽ വില്ലാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ എൻട്രൻസ്, ഇപ്പോഴും കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചെറിയ പൂളും 3 ബെഡ്റൂമൊക്കെ ഉള്ളൊരു അടിപൊളി ട്രീ ഹൗസാണ്. കാണിച്ചു തരാം. വിനോദ് ചേട്ടി, സ്ഥലത്തിൻ്റെ പേരെന്താ? ദേവനഹള്ളി. എത്രയായി? 18,000 ഒറ്റ നൈറ്റിന് അല്ലേ? ഓക്കെ. സൈഡിലായിട്ട് ഒരു പൂള്, വലിയ പൂളല്ല എന്നാലും അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂളുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ബഗ്ഗി സർവീസ് ഒക്കെ ഉണ്ട്. കുറേ ട്രീ ഹൗസസ് ഉണ്ട്. വലിയൊരു ഏക്കറിൽ കുറേ ട്രീ ഹൗസസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു ട്രീ ഹൗസാണ് നമ്മൾ ഇന്ന് രാത്രിക്ക് എടുത്തിട്ടുള്ളത്. സെറ്റല്ലേ മുന്നോ? നല്ല അമ്മേ, എങ്ങനെയുണ്ട് അകം? കാണിച്ചു തരട്ടെ, കാണിച്ചു കൊടുക്കട്ടെ. ഇത് ലിവിങ്, നല്ല അടിപൊളി സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് വുഡാണ്, വുഡൻ പാനൽസ് ഇട്ടിരിക്കുകയാണ്. കൂളറുണ്ട്. ഇവിടെ ആയിട്ടൊരു വാഷ്റൂം, ഒരു ഡൈനിങ് ഏരിയ എല്ലാം ഒരുമിച്ചാണ്. ഇതെന്താ ഒരു അമേരിക്കൻ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഫുള്ള് വുഡായിട്ട്
പിന്നെ മൈക്രോവേവ് ഓവൻ, ഒരു ഫ്രിഡ്ജ്, പിന്നെ കുക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഫിൽറ്റർ ഉണ്ട്. പിന്നെ ഇതിലെന്താ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാം. ഇതിൽ പല പല സംഭവങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. ടിഷ്യൂ പേപ്പറും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻവെർട്ടർ സെറ്റപ്പ് ഉണ്ട്. താഴെ ഒരു ബെഡ്റൂം തോന്നുന്നു, താഴെ ഒരു ബെഡ്റൂം. യെസ്, ഒരു കിങ് സൈസ് ബെഡ് കിടക്കുന്നുണ്ട്. അത് തന്നെ ഡബിൾ ബെഡാണ്, നമുക്ക് എക്സ്ട്രാ ബെഡ് ഇതായിട്ട് യൂസ് ചെയ്യാം. ഇതും ഫുള്ള് വുഡാണ്. AC ഉണ്ട്. ഇത് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഒറ്റ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. മേലത്തെ ബെഡ്റൂം കോമൺ ആണ്. അമേരിക്കൻ സ്റ്റൈൽ അല്ലേ? ഇനി മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടടാ ട്രീ ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ ട്രീ ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം വുഡൻ ഹൗസാണ്. ട്രീ ഹൗസ് എന്ന് പറയാൻ പറ്റില്ല. മേലെ ഒരു ബെഡ്റൂം, അതിന് അറ്റാച്ച്ഡ് അല്ല. ഒരു ബാൽക്കണി ഉണ്ട്. പക്ഷേ ബാൽക്കണിത്തെ വ്യൂ എന്താ, അമ്മേ, ഓ സെറ്റല്ലേ. വിജനമായ സ്ഥലമായിരുന്നു പുറത്ത് കേട്ടോ, റോഡ് സൈഡിൽ. പക്ഷേ ഇതിൻ്റെ അകത്തെത്തിയപ്പോൾ വേറെ തന്നെ വൈബായി. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ നമുക്ക് അവിടെ ചെറിയൊരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രി ഇരുന്ന് ചില്ല് ചെയ്യാൻ. കണ്ണേട്ടൻ എങ്ങനെയുണ്ട്? കിടിലല്ലേ? അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം, അടുത്ത ബെഡ്റൂം ഇവിടെ ഉണ്ട്. അതിനും ഒരു ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ദെൻ ഒരു കോമൺ ടോയ്ലറ്റ്. ദാറ്റ്സ് ഇറ്റ്. കിടിലനല്ലേ? ഇത് 18,000 അല്ലേ പറഞ്ഞത് റേറ്റ്? യെസ്, 18,000 18,000 ഇത്രയും പേർക്ക് ഒരു നൈറ്റിന്. ഓക്കെ ഗൈസ്, എന്താണ് പരിപാടി? ഗോൾഫ് കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഗോൾഫ് കളിയാണെങ്കിൽ ഇവിടെ റമ്മി കളി. ചില്ലോട് ചില്ലന്നെ. അടുട്ടു കമോണ്ടറാ. നീ ഒന്ന് കാണട്ടെ. ശ്യാമുട്ടന്റെ തല. അയ്യേ. കൂൾ ഗെയിം കളിച്ചോണ്ടിരിക്കുക ഗൈസ്. തിരിഞ്ഞെന്നേ കോയിൻ ഇട്ടിട്ട് കോയിൻ കണ്ടുപിടിക്കണം. ഹലോ പ്ലെയേഴ്സ് തിരിഞ്ഞെന്നേ. അവിടെ സെറ്റല്ലേ? തിരിഞ്ഞേക്ക്. ഇതേ ഇവിടെയുള്ള പ്ലെയേഴ്സ് തിരിഞ്ഞേക്ക്. ഓക്കെ. ശ്യാമുട്ടൻ ചൂട്. കണ്ണേട്ട അവിടെ കിടന്ന് വരുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പാ. പീസായിട്ടുള്ള ഏരിയയാണ്. കുറച്ച് ഔട്ട്സ്കേർട്സ് ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ സമയം ഒരുപാട് എടുക്കും. നമ്മളാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ പാകത്തിനൊന്നും കൊടന്നില്ല, കുറേ ദൂരം പോയിട്ട് ഫുഡ് മേടിച്ച് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിൽ വരികയാണ് നല്ലത്. ഇവിടെ കുക്കിങ്ങിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി നമ്മൾ നാളെ രാവിലെ ഒരു 4 മണിക്ക് ഇറങ്ങിയാൽ ഒരു 2 മണിക്കൂറോളം ക്യൂ ഉണ്ട് അത്രേ നന്ദി ഹിൽസ് പോകുമ്പോൾ. ക്യൂ എന്ന് പറഞ്ഞാൽ കാറിൽ ബ്ലോക്കായിരിക്കും, ആ ഒരു ക്യൂ കേട്ടോ. അപ്പോൾ നേരെ ഉറങ്ങുക, പുലർച്ചെ എണീക്കുക, അതാണ് അടുത്ത പരിപാടി. അങ്ങനെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി തുടങ്ങി. ആരെവിടെ? ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ രാവിലെ 4 മണിക്ക് ഓക്കെ സെറ്റ്. ബൈ. ഇനി അടുത്ത കപ്പിൾ ഗൈസ്, ഗുഡ് നൈറ്റ്. നമ്മുടെ നാളെ രാവിലെ 4 മണി കേട്ടോ. ഓക്കെ ഏർലി ഇൻ ദ മോർണിംഗ് 4 മണി. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ നന്ദി ഹിൽസിൻ്റെ പാർക്കിങ്ങിലെത്തി. ആ സൈഡിൽ കാണുന്ന പാർക്കിങ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ. 5 പേരും ഒരു കാറും 160 റുപ്പീസേ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 കാറിലാണ് വന്നത്. പക്ഷെ ഒരു കാറിൽ പെട്രോൾ കുറവായതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പമ്പും 6 മണിക്കേ തുറക്കുള്ളൂ. ഗൂഗിൾ മാപ്പിൽ 24 hours ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും
എല്ലാം തുറക്കുക 6 മണിക്കാണ്. ഒരു ടീം വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 6 മണി ആയിട്ടുള്ളൂ, ജസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അവർ പെട്രോൾ അടിച്ചിട്ട് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ കണ്ണേട്ടൻ പോയിട്ടുണ്ട്. മൂപ്പരൻ്റെ എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്സ് ഇല്ലേ, ഇതങ്ങ് കയറി മേലെ എത്തിക്കഴിഞ്ഞാലുള്ള സൺറൈസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിലും അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു 1.5 വ്യൂ ആണ്. മൺഡേ എവിടെ കണ്ണേട്ടൻ? മൺഡേ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ തിരക്ക്, അതോ ഇതിലും തിരക്കാവോ? പിന്നെ സൺഡേ സാറ്റർഡേ നല്ല തിരക്കാവൂല്ലേ? ഇതങ്ങ് അറ്റം വരെ സ്റ്റെപ്പ് തന്നെ. ഓ ഓ ഓ, നല്ല തണുപ്പ്. സ്വെറ്ററും സാധനങ്ങളൊക്കെ ആയി വന്നിട്ടേ സ്വെറ്റർ എടുത്തില്ല, റൂമിൽ വെച്ചിട്ട് വന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പും. അയ്യോ, നല്ല ആൾക്കാരാ എല്ലാ. ഇതെന്താ ആ ഏതാ നല്ല? അത് കൂടെ പോവാം. 2 വഴിയുണ്ട് ഗൈസ്. ഇതാണെങ്കിൽ ഫുള്ള് സ്റ്റെപ്പാണ് അത്രേ, ഇതാണെങ്കിൽ റോട്ടിൽ കൂടെയും പോവാം. ഇതിൽ കണ്ണേട്ടനും സ്നൂപ് ചേച്ചിയൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ളത്. ഞങ്ങളാണ് ആദ്യമായിട്ട്. ഇവർ നാട്ടിൽ നിന്ന് ആര് വന്നാലും കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഇത്. ആരൊക്കെ ബാംഗ്ലൂർ വന്ന് അവരായിട്ട് മൊത്തം നന്ദി ഹിൽസിലേക്ക് വരിക. ഇവിടെ നിന്ന് തന്നെ ഒരു നൈസ് വ്യൂ ഉണ്ട് കേട്ടോ. ലുക്ക്, തണുപ്പ് സഹിക്കുന്നില്ലല്ലോ. സച്ചോ, നീ ജർമ്മനി പോയാൽ എങ്ങനെ ഇതൊക്കെ സഹിക്കൂടാ? ഇപ്പോൾ ഒരു സ്വെറ്റർ കട ഉണ്ടെങ്കിൽ 5 സ്വെറ്റർ അപ്പം മേടിക്കും. അതാണ് അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ റോഡ് വഴി നടന്നു പോവാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനായിട്ട് സ്റ്റെപ്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് മേടിക്കാനാണ് വീട്ടിലെ? വെള്ളം. ഓക്കെ, ചായ കുടിക്കാൻ നിൽക്കണമല്ല. ചായ കുടിക്കാൻ നിന്നാൽ സൺറൈസ് മിസ്സായാലോ. ഡേഞ്ചറസ് ട്രക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ല കേട്ടോ, ഒക്കെ ഈസി ക്ലൈമ്പിംഗ് ആണ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ സംഭവം ഈസി ആയിട്ട് നമുക്ക് കയറി പോവാം. പക്ഷേ ഒരു 3 കിലോമീറ്ററിൻ്റെ കണക്ക് കണ്ടു. അതിനി ചുരത്തിൻ്റെ അവിടെ നിന്ന് മേലേക്കാണോ അതോ നമ്മൾ ഈ സ്റ്റെപ്പ് തുടങ്ങിയില്ലേ അവിടെ നിന്ന് ടോപ്പിലേക്കുള്ളതാണോ എന്നുള്ള അറിയില്ല. ഇതിപ്പോൾ ടോപ്പ് എത്തിയത് നമ്മൾ വെച്ചോ. അപ്പോൾ 3 കിലോമീറ്റർ നമ്മൾ ചുരത്തിൻ്റെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആകും പറയേണ്ടത്. അല്ലാതെ നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ട് 3 കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല. കുറച്ചൊരു മാക്സിമം 10 മിനിറ്റുള്ള മേലെ എത്തി. പക്ഷേ സൂര്യൻ ഇവിടെ നമുക്ക് മൺഡേ ആയതുകൊണ്ട് കാറ്റടിക്കുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നതാണ്. മൺഡേ ആയതുകൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മരണത്തിരക്കാവുന്നാണ് പറയണത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ മേലെ ഇതാ, ഇതിൻ്റെ താഴെയും ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, സൺറൈസ്. സൂര്യനെവിടെ 6:30 സൺറൈസ് കാണിക്കുന്നത്. ഇപ്പോൾ വരും ഗൈസ്, ഇപ്പോൾ വരും. ചില ടൈമിലേ ഫുള്ളൊരു ക്ലൗഡ് ബെഡ് പോലെ, അതായത് താഴേക്കൊക്കെ വിസിബിൾ ആണല്ലോ. ചില സമയത്ത് താഴേക്ക് കാണാതെ മൊത്തം ക്ലൗഡി ആയിട്ട് ഇങ്ങനെ ബെഡ് വിരിച്ചിട്ട പോലെ ക്ലൗഡ്സ് കിടക്കും. അത് എപ്പോഴെങ്കിലൊക്കെ വളരെ റെയറായിട്ടാണ്, നമുക്ക് ഇന്ന് കാണാൻ ഭാഗ്യമില്ല. ആ വരുട് പോലെ സൂര്യനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് ഇവിടെ ഉള്ളവരെല്ലാരും. കഴിഞ്ഞില്ല പരിപാടി? യാ ഓഫ് കോഴ്സ്. എന്താണ് കഴിഞ്ഞില്ല പരിപാടി? കഴിഞ്ഞില്ലേ? വെടിക്കെട്ടിന് തിരികൊളുത്തുന്ന പോലെയായിരുന്നു. കളർ കൂടി നല്ല വെളിച്ചണ്ട് വരികയാണെങ്കിൽ കുറച്ച് വെയിലടിച്ചാൽ ചൂട് കിട്ടുമായിരുന്നു. ഓ, അതാ പോണൊരു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളിനി തിരിച്ചിറങ്ങായി. സോ നന്ദി ഹിൽസിൽ വന്നിട്ട് സൺറൈസും കണ്ടു. തിരിച്ച് ഫ്ലിക്സ് ബസ് അല്ല, തത്കാൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. സെൽഫി എടുക്കാം. തിരിച്ച് തത്കാലം എടുത്തു. സോ ഇന്ന് തിരിച്ച് നമ്മൾ നാട്ടിൽ പോകും. 8 മണിക്കാണ്, രാത്രി 8 മണിക്ക് കയറിയാൽ നാളെ രാവിലെ മോർണിംഗിലെത്തും. അപ്പോൾ ഗൈസ്, സമയം രാത്രി 8:30. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. നന്ദി ഹിൽസിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നു. ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ വയ്യാതായി. ഇതൊരു എന്താ പറയുക, ഹൗ ടു എക്സ്പ്ലോർ ബാംഗ്ലൂർ വ്ളോഗ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 3 ഡേയ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയി. സോ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. 3 ദിവസത്തെ ബാംഗ്ലൂർ പര്യടനത്തിന് ശേഷം നാട് പിടിക്കുക. അപ്പോൾ വിനോദ് ചേട്ടാ, നാട്ടിൽ നിന്ന് കാണാം.
ബൈ ബൈ. ബൈ. അളിയ ബൈ ബൈ. ശ്രീമ ചേച്ചി ബൈ ബൈ. ശ്യാമട്ടാ പോട്ടടാ വരുന്ന നാട്ടിക്ക്. ഗൈസ് ബാംഗ്ലൂർ വന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കണ്ടേ ഹൗസ് ബാംഗ്ലൂരിന്ന്. ഗൈസ് ഹൗസ് ബാംഗ്ലൂർ അടിപൊളി. എല്ലാവരും പൊളിക്കാൻ പറ്റിയ ഇതിലെ സ്ഥലം തന്നെ, ഒരു രക്ഷയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ബാംഗ്ലൂരിലേക്ക് വരിക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. മറ്റൊരു യാത്രയുമായിട്ട് വീണ്ടും വരാം. ഗൈസ് ഒരു ബൈ ബൈയും കൂടെ പറ. ബൈ, വീണ്ടും കാണാം. ഒരു കിടിലൻ സീന് നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് അതാ ഇത് നോക്കിയത് നിങ്ങൾ, നമ്മുടെ ബെഡ്റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കണ്ടോ, സൺസെറ്റ് കണ്ടോ, ഏതാ വൈബ്. നീ എന്തിനാടാ തൊലിക്കണത്? ഇവരെന്താ വെച്ചിട്ടേ, ഇവെന്താ ചിരിക്കണേ? ചാടിക്കോ. ആ ഫോട്ടോ എടുക്ക. സോ കാൽമലാറത്തിന്റെ കാൽമലാറ ചേച്ചി, കാൽമരാലം അല്ല കാൽമലാറം. മുത്തേ പോട്ടടാ. ഓ ഇവര് ശ്യാമട്ടാ പോട്ടടാ വരുന്ന നാട്ടിക്ക്. ഓക്കെ.